പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ കൃപാമാരികൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന മന്ന ദ ഡെയിലി ബ്രെഡ്. സ്വാഗതം. ഒരമ്മയുടെ ഉദരം പങ്കുവെച്ച് പുറത്തു വന്ന് ദൈവത്തിൻ്റെ പ്രീതിക്കും ദൈവത്തിൻ്റെ തിരസ്കരണത്തിനും പാത്രീഭവിച്ച രണ്ട് സഹോദരന്മാരുടെ കഥ ബൈബിൾ പറയുന്നുണ്ട്. അത് ഏസാവും യാക്കോബുമായിരുന്നു. മൂത്തവനായ ഏസാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നില്ല, അവൻ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചതിയും വഞ്ചനയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയവൻ ദൈവത്തിന് മുമ്പിൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ആത്യന്തികമായ കാരണം തുടങ്ങുന്നത് ഒരു ദിവസം നായാട്ട് നടത്തി ക്ഷീണിതനായി മടങ്ങി വരുന്ന ഏസാവിനെ കബളിപ്പിക്കുവാൻ വേണ്ടി പായസക്കൂട്ടൊരുക്കി അനുജൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒരു പാത്രം പായസത്തിന് വേണ്ടി അനുജന്റെ മുമ്പിൽ നിന്ന് കെഞ്ചുന്ന ഏസാവിനോട് അനുജൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്: നിന്റെ കടിഞ്ഞൂൽ പുത്ര അവകാശം എനിക്ക് തരണം. മറ്റൊന്നും ആലോചിക്കാതെ ദൈവത്തിൻ്റെ തനതായ അവകാശമായ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം ഏസാവ് അനുജന് വച്ചു നീട്ടിക്കൊടുത്തു. അവൻ ആ നിമിഷം തിരസ്കൃതനായി തീരുകയും ചെയ്തു. പിന്നീട് അവൻ അനുഗ്രഹമില്ലാത്തവനായി മാറി. എപ്പോഴും നമ്മൾ ഓർക്കണം, ഒരു മനുഷ്യന്റെ അനുഗ്രഹം അവന്റെ പ്രൂഡൻസ്, വിവേകവുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ബോധേഡല്ല എന്നുള്ളതാണ് സത്യം. കാരണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വിവേകം എന്ന പുണ്യം ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഉപയോഗിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഉപയോഗിക്കാത്തത് കൊണ്ട് പലപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാതെ നമ്മൾ നിരാശരായി പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരുവൻ ദൈവത്തിന്റെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെടണമോ, നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ വിവേകപൂർവ്വം ഉപയോഗിക്കുവാനുള്ള ഒരു തനിമ എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ ജീവിതത്തിൽ ഉടനീളം നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് വിവേകമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന് എപ്പോഴുമുള്ള പ്രാർത്ഥന. ദൈവം ഈ ദിനം അനുഗ്രഹിക്കട്ടെ. ആമേൻ.